യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു ഗീതമാണ്. ഫലം നൽകാത്ത ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ഗീതം. ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഗീതത്തെ ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് പുരാതന ഇസ്രായേൽ മുന്തിരിക്കൊയ്ത്തിന്റെ കാലഘട്ടത്തിൽ മുന്തിരി വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർ പാട്ടൊക്കെ പാടിയാണ് ഈ മുന്തിരിക്കൊയ്ത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാട്ടിന്റെ രൂപത്തിലാണ് ഈ ഒരു ഗീതത്തെ ചുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ പാട്ടുകാരൻ നമുക്കേവർക്കും അറിയാവുന്നതുപോലെ യെശയ്യാ പ്രവാചകൻ ആയിരുന്നു. ഇതിലെ ആശയം എന്ന് പറയുന്നത് ഫലം നൽകാത്ത മുന്തിരിത്തോട്ടം ആയിരുന്നു. എന്നാൽ ഇതിലൊക്കെ ഉപരി ഈ ഒരു ഗീതത്തിന്റെ സൃഷ്ടിതാവ് എന്ന് പറയുന്നത്, ഈ രചനയുടെ സംവിധായകൻ എന്ന് പറയുന്നത് യഹോവയായ ദൈവം ആയിരുന്നു. ഈ ഉപമ നമുക്ക് ഏവർക്കും പരിചിതമായ ഒന്നാണ്. ഈ ഗീതം ഇങ്ങനെയാണ്: ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവന് കുന്നിന്റെ മുകളിലായിട്ട് ഉന്നതങ്ങളിൽ പ്രയോജനമുള്ള ഒരു സ്ഥലത്ത് ഒരു മുന്തിരിത്തോട്ടം നിർമ്മിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഈ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും അദ്ദേഹം വേലി കെട്ടുകയാണ്. ആദ്യമായിട്ട് വേലി കെട്ടി താൻ നടുവാനായിട്ട് പോകുന്ന മുന്തിരിച്ചെടികളെ സംരക്ഷിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം അതിനായിട്ട് മണ്ണ് ഒരുക്കി കൊടുക്കുകയാണ്. കല്ലുകളെയൊക്കെ പൊറുക്കിക്കളഞ്ഞ് ഈ മണ്ണ് ഒരുക്കി കൊടുക്കുകയാണ്. അതിനുശേഷം മേത്തരമായ മുന്തിരിച്ചെടികളെ കൊണ്ടുവന്ന് അവിടെ നടുകയാണ്. അവിടെയും അവസാനിക്കുന്നില്ല. ഈ മുന്തിരിച്ചെടികളെ വെളിയിൽ നിന്നൊരു ശത്രു വന്ന് നശിപ്പിച്ചു കളയുമെന്ന ചിന്തയോടുകൂടെ ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വാച്ച് ടവർ, ഒരു ഗോപുരം അവിടെ പണിത് ഉയർത്തുകയാണ്. അതേ, അവിടെയും അവസാനിക്കുന്നില്ല. വളരെ പ്രതീക്ഷയോടുകൂടെ ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ ഫലത്തിനു വേണ്ടി കാത്ത് ഇരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ആ മനുഷ്യൻ ഒരു മുന്തിരിച്ചക്ക് അവിടെ നിർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം, ഈ മുന്തിരിങ്ങ പഴുക്കുന്ന സമയത്ത് ഇതിന്റെ അനുഭവം, അനുഗ്രഹത്തിന്റെ അനുഭവം ഞാൻ മാത്രം കഴിച്ചാൽ മതിയാകില്ല. ഇതിനെ മുന്തിരിച്ചക്കിൽ കൊണ്ടുവന്ന് ഇതിനെ നല്ല വീഞ്ഞാക്കി ചുറ്റുപാടുമുള്ള എല്ലാവർക്കും കൊടുക്കണം. ഈ മുന്തിരിങ്ങയുടെ അനുഭവം അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവർ ആസ്വദിക്കണം എന്ന ചിന്തയോടുകൂടി ഒരു മുന്തിരിച്ചക്ക് യഹോവ, മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ അവിടെ സ്ഥാപിക്കുകയാണ്. എന്നാൽ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ കാത്ത് ഇരിക്കുകയാണ്. എന്നാൽ തന്റെ പ്രതീക്ഷകൾക്കെല്ലാം അസ്ഥാനത്ത് ആക്കിക്കൊണ്ട് ഈ മുന്തിരിവള്ളികള് കായ്ക്കുകയാണ്. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ എന്നാണ് വചനത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ എന്നാണ് വചനത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചുകൊണ്ട് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നുപോയതിനു ശേഷം അതിന്റെ വേലികളെ ഒഴിച്ചു കളയുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി ആർക്കു വേണമെങ്കിലും വന്ന് ഇതിന് തിന്നുവാനായിട്ട് സാധിക്കും. ഭക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്നല്ല പറയുന്നത്, തിന്നുവാനായിട്ട് സാധിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങൾക്കും കാട്ടിലെ പക്ഷികൾക്കും ആർക്കു വേണമെങ്കിലും ഇതിനെ തിന്നുവാനായിട്ട് സാധിക്കും. പക്ഷേ മനുഷ്യന് ഭക്ഷിക്കുവാൻ യോഗ്യമല്ലായിരുന്നു ഈ കാട്ടുമുന്തിരിങ്ങ എന്ന് പറയുന്നത്. അങ്ങനെ ഈ മുന്തിരിത്തോട്ടത്തെ കിളയ്ക്കാതെ, അതേ മണ്ണൊരുക്കാതെ, അത് ശൂന്യതയുടെ അവസ്ഥയിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത്. നല്ല ഫലം കാത്തിരുന്ന മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവന് കാട്ടുമുന്തിരിങ്ങ ലഭിച്ചപ്പോൾ ആ മുന്തിരിത്തോട്ടം നാശത്തിന്റെ പാതയിലേക്ക് എറിയപ്പെടുകയാണ്. ഇവിടെ ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഗീതത്തിന് ആത്മീയമായ ഒരു തലമുണ്ട്. യഹോവയായ ദൈവമാണ് ഈ തോട്ടത്തിന്റെ ഉടയവൻ എന്ന് പറയുന്നത്. അതേ, നല്ല മേത്തരമായ മുന്തിരിച്ചെടികൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേല് ആയിരുന്നു. അതേ, ജനമല്ലാതിരുന്ന ഇസ്രായേല്, ഫറവോന്റെ അടിമകളായിരുന്ന ഇസ്രായേല്, അതേ മരുഭൂമിയില്, ആ മരുഭൂമിയുടെ സംസ്കാരത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു നടന്ന് ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ കയ്യിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മേത്തരമായ ഒരു കുന്നിന്റെ മുകളിലേക്ക്, മേത്തരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കനാൻ ദേശത്തിലേക്ക് ദൈവം അവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. അത് മാത്രമല്ല, അവരെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഈ കനാൻ ദേശത്തിന് ചുറ്റും അവൻ വേലി കെട്ടിക്കൊടുക്കുകയാണ്. ആത്മീയമായ ഒരു വേലി അവൻ കെട്ടിക്കൊടുക്കുകയാണ്. 10 കൽപ്പനകൾ നൽകുകയാണ്, തോറ നൽകുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വേലി അവർക്ക് വേണ്ടി തീർത്തു കൊടുക്കുകയാണ്.
അവിടെയും അവസാനിക്കുന്നില്ല. കനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നു വരുന്ന സമയത്ത് അവർ വിഗ്രഹാരാധനയുടെ മധ്യത്തിൽ ആയിരുന്നു. കനാൻ ദേശത്തിലുള്ള എല്ലാവരും കല്ലിനെയും മണ്ണിനെയും മറ്റ് ബിംബങ്ങളെയും ആരാധിച്ചിരുന്നവർ ആയിരുന്നു. അവരുടെ വിശ്വാസത്തിന്, ഇസ്രായേൽ മക്കളുടെ വിശ്വാസത്തിന് കോട്ടം തട്ടുമെന്ന ചിന്തയില് ദൈവം ഈ കല്ലുകളെ ഓരോന്നായി പുറക്കി മാറ്റുകയാണ്. മണ്ണ് ഒരുക്കി കൊടുക്കുകയാണ്. വിശ്വാസത്തിന്റെ മണ്ണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കി കൊടുക്കുകയാണ്. അവിടെയും അവസാനിക്കുന്നില്ല. തന്റെ ജനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും കാലാകാലങ്ങളിൽ അവിടെ അയച്ചു കൊടുക്കുകയാണ്. അതാണ് വാച്ച് ടവർ അല്ലെങ്കിൽ ഗോപുരത്തെ പ്രതിദാനം ചെയ്യുന്നത്. അതെ, വളരെ പ്രതീക്ഷയോടുകൂടെ തന്റെ ജനം തനിക്ക് നല്ല ഫലം പുറപ്പെടുവിക്കുമെന്ന ചിന്തയോടുകൂടെ ദൈവം ആയിരിക്കുകയാണ്. അവരെ കുറിച്ചുള്ള പ്രതീക്ഷയില് ഈ നല്ല ഫലം അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങള് ഇവിടെ കനാൻ ദേശത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൂടാ, അത് ലോകത്തിന്റെ വിവിധങ്ങളായ കോണുകളിലേക്ക് എത്തണം എന്ന ചിന്തയോടുകൂടെ ദൈവം ഒരു ആലയം സൃഷ്ടിച്ച് ഒരുക്കുകയാണ്. ദൈവത്തെ അവർ അവിടെ വന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നാലുപാടേക്കും ഒഴുകുമെന്ന ചിന്തയില് അതേ ദൈവം അവിടെ ഒരു ദൈവാലയം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. മുന്തിരിച്ചക്ക് ദൈവാലയത്തെ പ്രതിദാനം ചെയ്യുകയാണ്. എന്നാൽ ദൈവത്തിന്റെ എല്ലാവിധമായ ആശകളെയും പ്രതീക്ഷകളെയും ആസ്ഥാനത്ത് ആക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയ ഇസ്രായേല് കാട്ടുമുന്തിരിങ്ങയുടെ പോലെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഫലമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുകയാണ്. ഈ കാട്ടുമുന്തിരിങ്ങ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഫലം തന്നെയാണ്. പക്ഷേ ഒരു ഫലമില്ലാത്ത അവസ്ഥയാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് ഫൂട്ടൈൽ എന്ന് പറയുന്ന വാക്ക്. ഈ ഫൂട്ടൈൽ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് കാട്ടുമുന്തിരിങ്ങയുമായിട്ട് നല്ല രീതിയിൽ താരതമ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഓക്സ്ഫോർഡ് ഡിക്ഷണറി നിർവചിക്കുന്നത്, ഫൂട്ടൈൽ എന്ന പദത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻകാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് എനി യൂസ്ഫുൾ റിസൾട്ട് എന്നാണ് പറയുന്നത്. അതേ, നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഫലമില്ലായ്മ, അല്ലെങ്കിൽ അതിനും അപ്പുറമായിട്ട് പറയുകയാണെങ്കിൽ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കായ്ക്കുന്ന ഫലമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതേ, മനുഷ്യന്റെ ജീവിതത്തെ ഒരു കാട്ടുമുന്തിരിയോട് ഉപമിക്കുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്: ഫലമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ. എല്ലാ സാഹചര്യങ്ങളും നൽകിയിട്ടും ഫലമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ. ഇന്നിന്റെ ലോകത്തിലേക്ക് നാം നോക്കുന്ന സമയത്ത് മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഫൂട്ടൈൽ ലൈഫ് സ്റ്റൈൽ ആണ്. അതേ, ഫലമില്ലാത്ത അവസ്ഥ എല്ലാം ജീവിതത്തിലുണ്ട്, സാഹചര്യങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിലുണ്ട്. പക്ഷേ കാട്ടുമുന്തിരിങ്ങയുടെ അനുഭവം മാത്രം പുറപ്പെടുവിക്കുന്ന അവസ്ഥ. പലരും തങ്ങളുടേതായിട്ടുള്ള നന്മകൾക്ക് വേണ്ടി മാത്രം ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥ എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഒരു വ്യക്തി ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അവനും അല്ലെങ്കിൽ അവളും ഫലമില്ലാത്ത ജീവിതമാണ് കാഴ്ചവെച്ചുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ 99% പേരും പലവിധമായ നന്മകളാൽ അനുഗ്രഹിക്കപ്പെട്ടവര് ആണ്. അതേ, പക്ഷേ അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് കായ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ലോകത്തിന്റെ ഒരു കോണിൽ നിന്ന് നാം നമ്മെ നിരീക്ഷിക്കുന്ന സമയത്ത് ലോകത്തിൽ 10% പേർക്ക് മാത്രമാണ് 3 സമയം ആഹാരവും നല്ല പാർപ്പിടവും മറ്റ് മെച്ചപ്പെട്ട ജീവിത രീതികളും ഉള്ളത്. ബാക്കി 90% പേരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ 99% പേരും അനുഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് ആയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് ഇഷ്ടം അനുസരിച്ച്, ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. കുഞ്ഞുണ്ണി കവിതകൾ പലപ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്ന കവിതകളാണ്. അദ്ദേഹത്തിന്റെ 2 വരികൾ ഇങ്ങനെയാണ്: പിന്നിലാകുന്ന നല്ല പരാജയം, നേരെ മറിച്ച് മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പലരുടെയും പരാജയം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. ജീവിതത്തിൽ എല്ലാവിധമായ നല്ല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ദൈവസന്നിധിയിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ
നമ്മളൊരു പരാജയമായി ശൂന്യതയുടെ അവസ്ഥയിലേക്ക് മുന്തിരിത്തട്ടത്തിന്റെ ജീവിതം എങ്ങനെ അവസാനിച്ചോ അതുപോലെ എടുത്ത് എറിയപ്പെടുക തന്നെ ചെയ്യും. ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെയാണ്. അതേ, ഇന്നത്തെ കാലഘട്ടത്തിലെ കുടുംബങ്ങളെ നാം ഏറ്റെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഈ മുന്തിരിത്തോട്ടവുമായിട്ട് വളരെ പ്രാധാന്യമുള്ള കുറെ ചിന്തകളും സാമ്യതകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഭവനത്തിൽ